റേഡിയോ താരമായി അറിയപ്പെടാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഈ കലാകാരി. പ്രക്ഷേപണ കലയ്ക്ക് ഇവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. അക്കാലത്തെ റേഡിയോ പരിപാടികളിൽ ഒട്ടുമിക്കതിനും ഇവർ തന്റെ ശബ്ദം കൊണ്ട് അടയാളമെഴുതി. ആകാശവാണിക്കൊപ്പം ഈ കലാകാരിയും വളരുകയായിരുന്നു. നേരത്തെ സംഗീതം പഠിച്ചിരുന്നതുകൊണ്ട് സംഗീതം നമ്മൾ ചെയ്യണം. പിന്നെ അവിടെ ലെസൺ ഉണ്ട്, ക്ലാസിക്കൽ ലെസൺ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, അങ്ങനെ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് ലൈറ്റ് മ്യൂസിക്, പിന്നെ വഞ്ചിപ്പാട്ട്, വെള്ളപ്പാട്ട്, ഇങ്ങനെയുള്ള പല തിരുവാതിരപ്പാട്ട്, ഇങ്ങനെ പല പാട്ടുകളും, പഴയ രീതിയിലുള്ള പാട്ടുകൾ, ഫോക്ക് സോങ്സൊക്കെയാണ് അതെല്ലാം നമ്മൾ പാടണം. പിന്നെ കവിതാമൃതം, പിന്നെ ഡോക്ടറോട് ചോദിക്കുക എന്നൊരു പരിപാടിയുണ്ട്. ഡോക്ടർമാർ വന്നിട്ട് അവരോട് ഓരോ രോഗങ്ങളെ പറ്റി ചോദിക്കുക, അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും, നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. അത് എഴുത്തുപെട്ടി എന്നൊരു പ്രോഗ്രാം, അത് പിന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് പ്രോഗ്രാം, അത് കുട്ടികളെ പ്രത്യേകം വെളിയിൽ അവർ ഓരോരോ ക്ലബ്ബുകളുണ്ടാക്കിയിട്ട് അവരെ നമ്മൾ പിന്നെ ബുക്ക് ചെയ്യും. അങ്ങനെ ചെറുതായിട്ട് ബുക്കിങ്ങൊക്കെ ആയി തുടങ്ങി വെളിയിൽ നിന്ന്. കുട്ടികൾ വന്നിട്ട് നമ്മളത് റിഹേഴ്സൽ ചെയ്ത് അവരെ പഠിപ്പിച്ച്, പാട്ടായിരുന്നാലും നാടകമായിരുന്നാലും അഭിനയിക്കാനുള്ളതെല്ലാം അവരെ പഠിപ്പിച്ച് എല്ലാം റെഡിയാക്കി എല്ലാം എടുക്കണം. അവർ തലേ ദിവസമായിരിക്കും റിഹേഴ്സൽ, പിറ്റേ ദിവസം പ്രോഗ്രാമാണ്. എല്ലാം ലൈവാണ്, ലൈവായിട്ട് ആ പ്രോഗ്രാം, എല്ലാ പ്രോഗ്രാമും പോകുന്നത്. നമുക്കൊരു തെറ്റൊന്നും വരാൻ പാടില്ല, തെറ്റുകുറ്റമൊന്നും വരാൻ പാടില്ല. ഏത് റോള് എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, ഏത് റോള് ഞാൻ അഭിനയിക്കും. കുട്ടികളുടെ റോളായാലും കുട്ടികളുടെ ശബ്ദത്തിൽ. പിന്നെ രശ്മി എന്നൊരു പ്രോഗ്രാമുണ്ട്, മൃഗങ്ങളുടെ, പക്ഷികളുടെ, ഇങ്ങനെ പിന്നെ ഓരോരോ ജീവജന്തുക്കളുടെ ശബ്ദത്തിലൊക്കെ, കാക്ക, പട്ടി, പൂച്ച, പിന്നെ ഇങ്ങനെയുള്ള ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാ ശബ്ദത്തിൽ നമ്മൾ അഭിനയിക്കണം. റേഡിയോയിൽ ജോലി ആയതിനു ശേഷം വേറെ വെളിയിൽ പോകാൻ സാങ്ഷൻ ഇല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പാടില്ല. അപ്പോൾ അവിടെ നമ്മളെ ഇതെല്ലാം അവിടെയാണ് അഭിനയിക്കാനുള്ളത്, അവിടെ അഭിനയിക്കണം. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് ഈ നാടകത്തിൻ്റെയും എല്ലാ സ്ക്രിപ്റ്റ് വെളിയിൽ നിന്നൊക്കെ കോൺട്രാക്റ്റ് കൊടുത്ത് ആർട്ടിസ്റ്റിനെയൊക്കെ എടുത്ത് തുടങ്ങി, കുറേശ്ശെ അങ്ങനെ ആ നാടകങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ആർട്ടിസ്റ്റ് നാടകങ്ങൾ എഴുതും. NK ആചാരി ഉണ്ടായിരുന്നു, KG സേതുനാഥ് ഉണ്ടായിരുന്നു, തിരുനാനാക്കുറിച്ചി മാധവൻ നായർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നാടകങ്ങൾ എഴുതും. പിന്നെ വെളിയിൽ നിന്ന് നാടകങ്ങൾ വരുത്തും. അതിലുള്ള ആ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോ നാടകത്തിലുള്ള കഥാപാത്രങ്ങളും, ഓരോ നാടകത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളും ഓരോ രീതിയായിരിക്കുമല്ലോ. അമ്മയായിട്ട് അഭിനയിക്കുന്നു, അത് ഒരു നാടകത്തിലുള്ള അമ്മ വേറൊരു നാടകത്തിൽ ആ അമ്മയെ പോലെ അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കണം. അത് ആ കഥാപാത്രം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ അത് ഉൾക്കൊണ്ടിട്ട് അതേപോലെ അഭിനയിക്കണം. നായികയായിട്ട്, അമ്മുമ്മയായിട്ട്, എനിക്ക് അന്നൊക്കെ പല്ലുണ്ട്, ഇപ്പം പല്ലില്ല. അന്ന് പല്ലുള്ള കാലത്ത് പല്ലില്ലാത്ത അമ്മുമ്മയായിട്ട് അഭിനയിക്കണം, പല്ലുള്ള അമ്മയായിട്ട് അഭിനയിക്കണം, പല്ലില്ലാത്ത അമ്മുമ്മയായിട്ട്, പല്ലുള്ള അമ്മുമ്മയായിട്ടും അമ്മയായിട്ടും പല രീതിയിലുള്ള റോളും അഭിനയിക്കണം. റേഡിയോയിൽ അങ്ങനെയാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ ശബ്ദത്തിൽ കൂടിയാണ് കേൾപ്പിക്കാനുള്ളത്. 3 പതിറ്റാണ്ടോളം ആകാശവാണിക്കൊപ്പം ഇവരുണ്ടായിരുന്നു. സുസ്ഥിർഘമായിരുന്നു ഇവരുടെ സേവനം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ദേവകി അമ്മയുടെ ശബ്ദത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഒരുപാട് പേരുടെ ഹൃദയത്തിൽ തന്റെ പേര് ആഴത്തിൽ പതിപ്പിച്ച ശേഷമാണ് ഈ റേഡിയോ സ്റ്റാർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. നന്നായിട്ട് എല്ലാ കഥാപാത്രവും ഞാൻ ചെയ്തിട്ടുണ്ട്. A ഗ്രേഡാണ്, ആർട്ടിസ്റ്റാണ് ഞാൻ. അവിടെ A ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ഡൽഹിയിലാണ്, ഞങ്ങളുടെ ശമ്പളം വരെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നാണ് അയക്കുന്നത്. A ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ടാണ് 1980 വരെ അവിടെ സർവീസിൽ ഇരുന്നത്.